Keri vada makkale. Yeah. Keri va makkale. Yeah, exactly. The character is like very brutal, the Andre. And how was it like, you know? But for me it was normal because that's me. എടാ നമുക്ക് മൂന്നാമത്തെ ഒരു പടം കൂടെ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കഥ കേട്ടിട്ടില്ല, അപ്പൊ സ്റ്റോറി വേറൊന്നും. അപ്പൊ എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. ഇത് മാത്രം കേട്ടു, ദിവ്യയും കേട്ടു. അപ്പൊ രണ്ടുപേർക്കും എക്സൈറ്റഡ് ആയിട്ടാണ് അവര് കമ്മിറ്റ് ചെയ്തത്. അപ്പൊ കമ്മിറ്റ് ചെയ്ത ശേഷമാണ് എന്നെ വിളിച്ചിട്ട് നീ എൻ്റെ കൂടെ പ്രൊഡക്ഷനിൽ ഈ മൂന്നാമത്തെ പടം പ്രൊഡ്യൂസ് ചെയ്യണോ ഇങ്ങോട്ട് ചോദിച്ചത്. ഞാൻ വിനീത് ഓക്കെ പറഞ്ഞ ഞാൻ റെഡിയാ, വിനീത് ചാടാൻ പറഞ്ഞ കൂടെ ഞാൻ ചാടും. ഇതില് പടം ഇറങ്ങി ബഹുജനം പലവിധം ഓൾവേസ്. അപ്പോൾ റിവ്യൂസ് ആണെങ്കിലും പല രീതിയിലുണ്ടാവും. നമ്മൾ ആദ്യം ആക്ച്വലി ഈ പ്രോജക്റ്റ് അനുസരിച്ച് നമുക്ക് അറിയാമല്ലോ, ഞാൻ എവിടെയും ഹൈപ്പ് ചെയ്യോ ഒരു അവകാശവാദമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എനിക്കൊരു തേർഡ് പേഴ്സൺ ഒപ്പീനിയൻ വെച്ചിട്ട് വേറൊരാൾ ഇതിനകത്ത് ഒരിക്കലും ജഡ്ജ് ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പലരുടെയും ആസ്വാദന രീതി പല രീതിയിലായിരിക്കും. അതെ, മലയാളികൾക്ക് കൂടെ ഇഷ്ടമുള്ള ഒരു വിദേശി. അപ്പം അറ്റ് ദ മൊമെന്റ് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനും അല്ലെങ്കിൽ ഏറ്റവും ഒരു ലൈക്കബിലിറ്റി ഫാക്ടർ ആശാനാണ്. What was really interesting is like coming from one kind of Kerala Blasters image and everything going into another level of negativity and everything was kind of challenging but quite nice. നീ ആശാൻ നമ്മുടെ പടത്തിൽ കാണും എന്നുള്ളൊരിതുണ്ടോ? ഡെഫിനറ്റ്ലി എനിക്ക് ആശാൻ എന്തെങ്കിലും ഒരു റോള് അടുത്ത പടങ്ങളിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ദ ഫസ്റ്റ് വൺ ടു. ഞാനും വിനീതും ആശാനെ വിളിക്കും എന്തായാലും. സെലിബ്രേഷന് കാണാം. വിൽ മീറ്റ് ഫോർ ദ 100 days സെലിബ്രേഷൻ. ഇപ്പൊ 100 days ഒന്നും ഇല്ല ശംഭു, ഇപ്പോഴത്തെ 4 ആഴ്ച OTT. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. അപ്പോൾ ഇന്ന് ഐ എം സോ ഹാപ്പി, കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ കണ്ട സിനിമയാണ് കരം എന്ന് പറയുന്ന മൂവി. നമ്മുടെ വിനീത് ശ്രീനിവാസൻ മൂവിയാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ്. അത് കണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മൂവി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കൂടെ ഇവരുടെ ടീം വന്നിരിക്കുന്നത്. അപ്പോൾ ടുഡേ ദ മാൻ ബിഹൈൻഡ് നമ്മളുടെ വിശാഖ്, ഹലോ. ഹായ്. ആൻഡ് പീപ്പിൾ കോൾ ആശാൻ, നമ്മളുടെ സ്വന്തം ആശാൻ. ആൻഡ് ഇവാൻ ജി, ആശാൻ ജി, ഹലോ. Hello, namaskaram. Hello. നമസ്കാരം. അല്ലേ? Namaskaram. അപ്പോൾ പറയൂ, എങ്ങനെയുണ്ട് റെസ്പോൺസ്? ഇപ്പം കാണുള്ളൂ, നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചല്ലേ പടം കണ്ടത് തിയേറ്ററിൽ. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായമാണ് നമ്മുടെ അടുത്ത് ഒന്ന് നേരിട്ട് പറഞ്ഞത്. സോ ആ റെസ്പോൺസിൽ നമ്മൾ ഹാപ്പിയാണ് മൊത്തത്തിൽ. Tell me, how is everyone treating you here? And even after movie, how is the response here that you're getting? Excellent from everybody here in Kerala, all around the world, from friends, family, and especially from all the people who already went to see it in theaters all around the world. Like, the response is very positive. It might be something new, something surprising, because I think that not many were expecting to see that kind of fine craft. Okay. But at the end, like, everybody is really positive about the movie. So I'm happy about that. Yeah, you're getting a lot of positive response, but at the same time, the character is like very brutal, okay? The Andre. And how was it like, Well, for me it was normal because that's me. No, but actually, when you are surrounded by such a crew, with the producer, with the director and everything, when you get into it, when they are so great in quality explaining what they want to see, you try to adapt it, you try to deliver, and at the end, like, we were all happy with what happened. So yeah, kind of acting that gave maybe some special spicy touch to the role, but I enjoyed it playing in that role. So at the end, I think that everybody is happy. Perfect. ഇതിൽ യെസ്, നോബിൾ തന്നെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ നോബിളിന് വേണ്ടി തന്നെ എഴുതുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ പറയാം. അപ്പോൾ ആ ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ എപ്പോഴായിരുന്നു വന്നത്? ഓക്കെ, നോബിൾ തന്നെ ഇതിലേക്ക്. ഇതിൻ്റെ ഒരു തോട്ട് ആക്ച്വലി നോബിള് വിനീതായിട്ട് ഷെയർ ചെയ്യണത് 2023 ഏപ്രിലാണ്. അന്ന് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അനൗൺസ് ചെയ്തു, പ്രീ പ്രൊഡക്ഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ്. അപ്പോൾ നോബിൾ ഇതേപോലെ ചെന്നൈയിൽ വിനീതിനെ കാണാൻ പോയി, ഈ ഒരു സ്റ്റോറിയുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നോബിൾ അവിടെ ചെല്ലുകയും വിനീത് കഥ കേൾക്കുകയും, ത്രില്ലർ ആയതുകൊണ്ട് വിനീത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നോബിളടുത്ത് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു, ഈ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തോട്ടെ, അണ്ടർ വൺ കണ്ടീഷൻ, വർഷങ്ങൾക്ക് ശേഷം റിലീസാണ് വരെ ഇത് വെയിറ്റ് ചെയ്യണം, എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിയാലേ ബാക്കി ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇതായിരുന്നു ഒരു കാര്യം പറഞ്ഞത്.
എന്നിട്ട് എന്താന്ന് വെച്ചാൽ അന്ന് വൈകിട്ട് തന്നെ എന്നെ വിളിച്ചിട്ട് എടാ നമുക്ക് മൂന്നാമത്തെ ഒരു പടം കൂടെ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കഥ കേട്ടിട്ടില്ല, അപ്പൊ സ്റ്റോറി വേറെ ഒന്നും. അപ്പൊ എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. വിനീത് മാത്രം കേട്ടു, ദിവ്യയും കേട്ടു. അപ്പൊ രണ്ടുപേർക്കും എക്സൈറ്റഡ് ആയിട്ടാണ് അവര് കമ്മിറ്റ് ചെയ്തത്. അപ്പൊ കമ്മിറ്റ് ചെയ്ത ശേഷമാണ് എന്നെ വിളിച്ചിട്ട് നീ എൻ്റെ കൂടെ പ്രൊഡക്ഷനിൽ ഈ മൂന്നാമത്തെ പടം പ്രൊഡ്യൂസ് ചെയ്യണോ ഇങ്ങോട്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വിനീത് ഓക്കെ പറഞ്ഞ ഞാൻ റെഡിയാ, വിനീത് ചാടാൻ പറഞ്ഞ കൂടെ ഞാൻ ചാടും. ശരി. അപ്പം അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി. അപ്പം അങ്ങനെയാണ് ഇത് ആക്ച്വലി ഫൈനലൈസ് ആവണത്. അപ്പം ഇത് ആക്ച്വലി ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം വർഷങ്ങൾക്ക് ശേഷം സമയത്താണ് ഇത് മൊത്തം സ്റ്റാർട്ട് ആവണത്. വിനീത് ഓക്കെ അടിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്നാവണത്. അപ്പോഴാണ് പറഞ്ഞത് ഇത് പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഇന്റർനാഷണൽ സ്കെയിൽ സബ്ജക്റ്റ് ആണ്. അപ്പം നോബിൾ ആയിരിക്കും നായകൻ. കാരണം നോബിൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് നോബിൾ അത് അഡാപ്റ്റ് ചെയ്ത് എല്ലാം അറിയാം ഈ സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പൊ ഐ തിങ്ക് നോബിൾ ഇസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് വിനീത് തന്നെയാണ് എല്ലാം ഫിക്സ് ചെയ്തത്, സെറ്റ് ചെയ്തത്. പിന്നെ പ്രൊഡക്ഷന്റെ ഇത് കോസ്റ്റ് നല്ല കൂടാൻ ചാൻസ് ഉണ്ട്, നീ മാത്രം ഇതിനകത്ത് വേണ്ട, ഞാനും കൂടെ. അതായിരുന്നു എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതെ. അപ്പം വിനീത് തന്നെയാണ് എൻ്റെ അടുത്ത് പറയണത് ഇല്ല ഇതിന്റെ കോസ്റ്റ് കൂടാൻ ചാൻസ്. കാരണം വിനീത് സ്റ്റോറി വായിച്ചല്ലോ ഇന്റർനാഷണൽ സ്കെയിൽ. അപ്പം പുതിയ ഒരാളെ വെച്ചിട്ട് നമ്മൾ പുതിയ ആളെന്ന് വെച്ചാൽ നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ഒരു അപ്കമിങ് ഹീറോയുടെ ആയതുകൊണ്ട് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സും വിനീതിന് അറിയാം. ഇപ്പോഴത്തെ ബിസിനസ് മാർക്കറ്റ് എല്ലാം സിനാരിയും ഈക്വലി അറിയാവുന്ന ഒരാളും കൂടെ വിനീത്. അപ്പൊ വിനീത് തന്നെ വോളണ്ടിയർ ചെയ്തിട്ട് പറഞ്ഞ കാര്യമാണ് ഇതിന്റെ ഹാഫ് ദ റിസ്ക് ഞാനും കൂടെ ഏറ്റെടുത്തോളാം. അങ്ങനെയാണ് രണ്ടുപേർക്കും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള തീരുമാനവും വിനീതിന്റെ ആയിരുന്നു. നമ്മളെ കോച്ചിലേക്ക് എത്തിയത് അല്ലെ ആശാനിലേക്ക് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? വിനീത് ആക്ച്വലി ഇത് നോബിൾ വായിച്ചപ്പം ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പം മലയാളികൾക്ക് കൂടെ ഇഷ്ടമുള്ള ഒരു വിദേശി. അപ്പം അറ്റ് ദ മൊമെന്റ് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനും അല്ലെങ്കിൽ ഏറ്റവും ഒരു ലൈക്കബിലിറ്റി ഫാക്ടർ ആശാനാണ്. അപ്പൊ നോബിളുടെ ബ്രദറാണ് ഇത് സജസ്റ്റ് ചെയ്യണത്. അങ്ങനെ വിനീതും ഇതേപോലെ ദുബായ് ഇരുന്ന സമയത്ത് ആശാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആശാൻ വിനീത് പറഞ്ഞു, ആശാൻ ഒരു സീന് നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്നിട്ട് വിൽ ടേക്ക് എ കോൾ ഓൺ ദാറ്റ്. അപ്പം പുള്ളി ഒരു ചെറിയ സീൻ കൊടുത്തു. ആദ്യത്തെ സീൻ വന്നാൽ ആശാൻ തകർത്തു. സ്വാഗ് ആയിരുന്നു. വിനീത് ആ ഓറ ഒരു സംഭവം എല്ലാം ഡയലോഗ് ഡെലിവറിക്ക് മനസ്സിലായി. അപ്പം പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് അപ്പൊ തന്നെ മനസ്സിലായി. സ്പോട്ടിൽ തന്നെ ആശാന് ഫിക്സ് ചെയ്യായിരുന്നു സെറ്റ് ആണെന്ന് വിനീതിന് അപ്പൊ മനസ്സിലായി. Yeah, we were trying. I remember in Dubai when we met, we were trying that scene with the buffalo tongue, and everything, and explaining what kind of scene it should be with the brutality and everything, especially with the character, which is like international, the way of like how it has like how this guy must have that presence, brutality and everything. And then what was really interesting is like coming from one kind of Kerala Blasters image and everything, going into another level of negativity and everything was kind of challenging but quite nice, and then actually we made it. I remember in Dubai that we went through it and that was it. Give me a tongue and then you can go. You can leave, no problem. Big offer. Very big offer, right? And ഇതില് പടം ഇറങ്ങി ബഹുജനം പലവിധം ഓൾവേസ്. അപ്പോൾ റിവ്യൂസ് ആണെങ്കിലും പല രീതിയിലുണ്ടാവും. അപ്പോൾ ഇതിൽ ഇപ്പോൾ റിവ്യൂസും അല്ലെങ്കിൽ ഇതിന് കിട്ടുന്നുണ്ട്, ആൾക്കാർ തന്നെ റിവ്യൂസ് ചെയ്യുന്നവരുണ്ട്. സോ അതിന് വിശാഖിന് പറയാനുള്ളൊരു കമൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം തന്നെ പലപ്പോഴും ഇരുന്നപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പല ആൾക്കാർ ചെയ്യുന്നത് പോസിറ്റീവ് ഒരുപാട് പറയുന്നവരുണ്ട്. അതിൻ്റെ കൂടത്തെ തന്നെ എല്ലാവരും എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യം ആക്ച്വലി ഈ പ്രോജക്റ്റ് അനുസരിച്ച് നമുക്ക് അറിയാമല്ലോ, ഞാൻ എവിടെയും ഹൈപ്പ് ചെയ്യോ ഒരു അവകാശവാദമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും ഒരു സ്കെയിൽ ഒരു പ്രോജക്റ്റ് ഇപ്പം ഞാൻ നേരത്തെ അല്ല വിനീത് ഇതേപോലെ പറഞ്ഞപ്പം ഇത് വെടിരാജ്യത്തെ ഫുൾ ഷൂട്ട് ചെയ്തതാണ്. വേണമെങ്കിൽ എനിക്ക് റിലീസിന് മുമ്പ് ഇത് ഇന്ന പടമാണ്, ഇങ്ങനെ സ്കെയിലാണ്, ഗ്രാജുവർ ആണെന്നല്ല. അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പ് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂ മുമ്പോട്ട് ലോ മാർക്കറ്റിംഗ് സംഭവം എല്ലാം. അപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ വന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് ഒന്നും പോയി ഇങ്ങനെ പടമാണെന്ന് ഒന്നും പറഞ്ഞില്ല. ആൾക്കാർക്ക് തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തത് ആക്ച്വലി. കാരണം ഇത് ഞങ്ങൾ ഒരു ഫാൾസ് മാർക്കറ്റിംഗ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും. അപ്പം ചില ആൾക്കാർക്ക് ഇന്ന ജോണർ ഇഷ്ടമാണ്. ഇപ്പം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ രണ്ട് തരം ആൾക്കാർക്ക് രണ്ട് പടമുണ്ട്. ഫീൽ ഗുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, തിര പോലത്തെ സിനിമകൾ ചെയ്യാനും ആൾക്കാരുണ്ട്, എഡ്ജ് ഓഫ് ദ സീറ്റ് പരിപാടി. അപ്പം ഫീൽ ഗുഡ് ഇപ്പം നമ്മൾ കരം ചെയ്തപ്പോൾ അടുത്ത ഇത് പറയുന്നത് ചേട്ടാ ഫീൽ ഗുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ചെയ്ത സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ത്രില്ലർ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം രണ്ട് വിഭാഗം ഫാൻസ് ഉണ്ട്
വിനീതൻ. അതാണ് എനിക്ക് മനസ്സിലായത് മൊത്തത്തില്. അപ്പം ഇത് ചില ആൾക്കാർക്ക് അവർക്ക് നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്, മറ്റേ ഒപ്പീനിയൻസ് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ എടുക്കാന്നുള്ള കാരണം ആരെയും നമ്മൾ പോയി ഇപ്പം നേരിട്ട് എനിക്ക് കിട്ടണ 1-on-1 അഭിപ്രായങ്ങള് എനിക്ക് ഓക്കെ ഇന്ന പടത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം. ഞാൻ അതാണ് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ വന്ന ഞാൻ നിങ്ങൾ എല്ലാവരുടെയും കൂടി ഇരുന്ന് പടം കണ്ടു. അപ്പൊ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എനിക്ക് അറിയാൻ പറ്റി. ഇപ്പൊ ആശാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് തിയേറ്റേഴ്സിൽ പോകുന്നുണ്ട്. അപ്പൊ കൊച്ചിയിലെല്ലാം പോകുമ്പോൾ ആശാനും ഫോൺ കോൾസ് ഒക്കെ നേരത്തെ വരണുണ്ടല്ലോ. അപ്പൊ കഴിയുന്നതും ആൾക്കാരെ നേരിട്ട് പോയി ഒന്ന് പടം തിയേറ്ററിൽ കണ്ടിട്ട് അവരുടെ അഭിപ്രായം ഉണ്ടല്ലോ, അത് ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ സന്തോഷമായിരിക്കും. വേറൊരു അഭിപ്രായം കേട്ടിട്ട് ഈ പടത്തിന് ഒരിക്കലും ജഡ്ജ് ചെയ്യില്ലെന്ന് ആണ് എൻ്റെ ഒരു പേഴ്സണലി. പക്ഷെ ബീങ് എ തിയേറ്റർ ഓൺ ഓൾസോ, ഞാനൊരു പടം കാണാൻ പോകുമ്പോൾ എപ്പോഴും ഞാനൊരു ഓപ്പൺ മൈൻഡോടെ തിയേറ്ററിൽ പോയി കാണും. തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കും. വേറൊരാളുടെ ഒപ്പീനിയൻ വെച്ച് അത് എൻ്റെ ഒപ്പീനിയൻ ആവാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. എന്നിട്ട് ആ ജഡ്ജില് നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയൂ. അപ്പം എനിക്കൊരു തേർഡ് പേഴ്സൺ ഒപ്പീനിയൻ വെച്ചിട്ട് വേറൊരാള് ഇതിനകത്ത് ഒരിക്കലും ജഡ്ജ് ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പലരുടെയും ആസ്വാദന രീതി പല രീതിയിലായിരിക്കും. അതെ, ഇപ്പം ചിലവർക്ക് ഫീൽ ഗുഡ് ഫിലിംസ്, അല്ലെങ്കിൽ ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും കമ്പാരിസൺ. ചിലപ്പം ഞാൻ ഇന്നലെ മെനഞ്ഞാൻ ഞാനും ആശാനും പോയിരുന്നു. അപ്പൊ ഇതേപോലെ അഭിപ്രായം കുറെ ആൾക്കാർ തിയേറ്ററിൽ കണ്ട ആൾക്കാർക്കുണ്ട്. അല്ല, ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പടം ഇതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല നിങ്ങൾ ഇത്രയും ഒരു ഗ്രാൻഡ് സ്കെയിലിൽ പടം പോയി ചെയ്യും. അപ്പൊ ഇത് 1-on-1 നമ്മൾ നേരിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക്. അപ്പം തേർഡ് പേഴ്സൺസ് ഒപ്പീനിയൻ ഒരിക്കലും വേറൊരാളുടെ ഒപ്പീനിയൻ ആയിട്ട് മാറില്ലെന്നാണ് കൺവേർട്ട് ചെയ്തത്. So the kind of response that you're getting from the theater, the people you're seeing, and soon after the movie, the people are coming behind you and asking about, wow, Ashan. They call you Ashan, everyone, right? Yeah. So exactly. You enjoy that? Even we call them Ashan. Yeah, but you know what? I think that people from the because we kept it as a secret for a long time, you know, since we started with the project last year in when we met first time in Dubai, end August, beginning September maybe, because it was planned that we continue with the shooting back then, going to Georgia, which was postponed for this spring, and then we kept it for a long time as a secret. I think the moment when it went out with the trailer, that people were confused. First, like, okay, but is this him? And then everybody's okay, this is Ashan. And then, okay, but what's the role? And then they see some small, like, short sequences of, okay, but why he's killing now people around? You know, because everybody sees you in one light, and then you are coming and delivering something different. And I think that even the movie and the expectations, and then after the movie, people are like, okay, a little bit confused, and then you have to absorb all that. Exactly, yeah. But, you know, it makes me happy because I feel that people respond positively. I remember that the dialogue was like, okay, Indians are bloody. Yeah. Because these guys, they were used to, you know, end up the things like emotionless, like, okay, like even the scene with the doctor, like when he was like, we have to evacuate the girl, like, yeah, okay, evacuated. Okay, whatever. Like, easy to solve. Yeah. ഇതിലെ ഫൈറ്റ് സീൻസ്, അതും ഇപ്പം വിനീതേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം നോർമലി ഒരു ഭയങ്കര വലിയ കൊറിയോഗ്രാഫി, അതിലൊക്കെ ഉപരി രണ്ടുപേര് തമ്മിലുള്ള ഒരു റോ ആൻഡ് റിയൽ തല്ല് അല്ലേ, അതിനാണ് കൂടുതൽ ആ ഒരു ഹൈ കിട്ടുന്നത്. ഈവൻ എനിക്ക് വാച്ച് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ വിനീതേട്ടന് തന്നെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചാപ്പാക്കുരിശാണ്. അതിൽ ഫഹദും വിനീതേട്ടനും ആ ലാസ്റ്റ് സീൻസ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ആ ടൈമിൽ ഒരു റോ പ്രേമ ഓർമ്മയില്ലേ, നിവിന്റെ ആ എൻട്രി തൊട്ടിട്ട് ആ പ്രേമിന്റെ റോ ഫൈറ്റ് ആണല്ലോ, സ്പടികം ലാൽചേട്ടൻ. അതിനൊരു ഹൈ എപ്പോഴും ഭയങ്കര കൂടുതലാണ്. ആണെങ്കിൽ കൈ കൊണ്ട് അടിക്കണതെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ, ഒരു 1-on-1 എന്ന് പറയുന്നത്. അപ്പൊ വിനീതിനും അത് ഭയങ്കര ഇഷ്ടമായി. എനിക്കും അതിന്റെ ഒരു ഫാനാണ് ഞാൻ. ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലാം പോകുമ്പോൾ മുണ്ട് മടക്കിയിട്ട് കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു അടി ഉണ്ടല്ലോ പരിപാടി, അത് മലയാളിക്ക് ഇപ്പോഴേ ഇഷ്ടമാണ്. എനിക്ക് ഈ മറ്റേ ഗണ്ണെല്ലാം എടുത്തിട്ട് പിടിക്കണമെന്നും അതിനോട് വലിയ ഇതില്ല. അത് ഇംഗ്ലീഷ് മൂവി കാണുമ്പോൾ നമുക്കറിയാം, ഓക്കെ, ടോം ക്രൂസ് ഫിലിംസ് എല്ലാം കാണുമ്പോൾ ഓക്കെ ഇങ്ങനെ ആയിരിക്കുന്ന. ബട്ട് റോ ഫൈറ്റിന്റെ ഒരു വേറൊരു ഗൂസ് ബംസ് വേറെ ഒരു ലീഗാണ് അതല്ലേ. ഇതില് ഫൈറ്റ് ചെയ്യാനാണെങ്കിലും നോബൽ ഐ തിങ്ക് ഹാസ് ട്രെയിൻ ഫോർ ലൈക്ക് 7-8 months ബിഫോർ ഷൂട്ട്. അത്രയും എഫോർട്ട് ഇട്ട് ഇത് പഠിച്ച്, ഈവൻ എനിക്ക് തോന്നുന്നു നമ്മളെ സുഹൃത്തെ എന്ന് വിളിക്കുന്ന വിഷ്ണു ഇവരുടെ ആ ഒരു നൈറ്റ് ഫൈറ്റ് വാസ് ലൈക്ക് ബാങ് ബാങ് അല്ലേ സാധനമായിരുന്നു.
അത് എങ്ങനെയായിരുന്നു ഷൂട്ട്? ഐ മീൻ ആ ടൈമിൽ അവിടെ കാരണം അവര് ഇതേപോലെ രണ്ടുപേരും വിനീത് നറേറ്റ് ചെയ്തപ്പോൾ തന്നെ ഫൈറ്റ് ഇപ്പൊ നോബിൾ എഴുതിയോണ്ട് നോബിളിന് അറിയാം ഫൈറ്റ് സീക്വൻസ് ഒക്കെ മോസ്റ്റ് നാച്ചുറൽ വേ. പക്ഷെ അവർ ട്രെയിനിങ് ഇറങ്ങണം. ഇപ്പൊ അറിയാലോ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം. ഒന്നാം നമ്മൾ വെളി രാജ്യത്തിൽ ഷൂട്ടാണ്. ഇപ്പൊ നമ്മുടെ എപ്പോഴും പേടി എന്ന് വെച്ചാൽ ഈ ഫൈറ്റ് ചെയ്യുമ്പം ചെറിയൊരു മിസ്കാൽക്കുലേഷൻ മതി ആംഗിള് ട്വിസ്റ്റ് ചെയ്യാനോ കൈ ട്വിസ്റ്റ്, പിന്നെ അങ്ങനെയാണ് ഈ ഷൂട്ട് മൊത്തം മാസങ്ങളോളം പറയും. അപ്പൊ വിനീതും ഞാനും നോബിളിനും ഇത് ആദ്യം തൊട്ട് നിർബന്ധം ഉണ്ടായിരുന്നു, ഡു പ്രോപ്പർ ട്രെയിനിങ്. അപ്പം ഇതേപോലെ ഇപ്പം നമ്മളെല്ലാം ഈ ജിം വർക്കൗട്ട് ഒക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് അറിയാം ഇതിന്റെ കറക്റ്റായിട്ട് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്, ഒരു പ്രോപ്പർ വാമപ്പ് എല്ലാം വേണമെന്ന്. നോബിളും അത് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളാണ്, വിഷ്ണുവും ജിമ്മിൽ പോകുന്ന ആളാണ്. അപ്പം ഇവർക്കെല്ലാം അറിയാം. എന്നാലും നമ്മൾ ഭയങ്കര കോൺഷ്യസ്, കാരണം ഒരു ആംഗിൾ ട്വിസ്റ്റോ എന്തെങ്കിലും മതി. ഒന്നാമത് ഞങ്ങൾ ഇന്ത്യയിലല്ല ഷൂട്ട് ചെയ്യണം, വെളിരാജ്യത്തിലാണ് ഷൂട്ട് ചെയ്യണം. ചെറിയ ഒരു മിസ്കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാഫ് വേ ബ്രേക്ക് ചെയ്ത്, കാരണം ഫുൾ നോബിളും ആയിട്ടാണ് കഥ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർ നല്ലൊരു എഫേർട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അതായത് ഫുള്ളായിട്ട് ഒരു റിഹേഴ്സലും കാര്യം. പിന്നെ ഇതേപോലെ ജോർജിയിൽ എത്തിയിട്ട് ഷൂട്ട് തുടങ്ങണതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് അവർ ചെയ്യുമായിരുന്നു. നോബിളും വിഷ്ണുവും കൂടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇല്ലാത്ത ടൈമിൽ താഴെ തന്നെ നമ്മുടെ ജിം സ്പേസിൽ അവിടെ പോയിട്ട് ഇവർ തന്നെ റിഹേഴ്സൽ ചെയ്യുമായിരുന്നു ആയിട്ട് ഫൈറ്റ് മാസ്റ്റർ കൂടെ. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിലാണ് ഇത് മൊത്തം ചെയ്തത്, കൊണ്ടുപോയത്. ആൻഡ് മലയാളം ഇപ്പോൾ നമസ്കാരം പറഞ്ഞു, വേറെ എന്തൊക്കെ അറിയാം മലയാളം? What about Malayalam? Yeah, when I hear people speaking, I can understand certain things. I can see I can see where the conversation is going, what is all about. But to speak fluent or something, no. Sugamano. Yeah, that's okay. Yeah, like that. How are you? Use your hashtag. Yeah. Keriwa. Keriwa da makkale. Yeah, the most famous one. Yeah. Keriwa makkale. Yeah, exactly. വേറെ എന്തൊക്കെ അറിയാം? ആശ നല്ല ഫുഡിയാണ്. ഫുഡി എന്ന് വെച്ചാൽ ഭയങ്കര. ആശാന്റെ അടുത്ത് ഇപ്പൊ ജോർജിയയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആശാന്റെ അടുത്ത് ചോദിക്കണം എവിടെയാണ് നല്ല കോഫി ഷോപ്സ് ഉള്ളത്. 10 Kerala restaurants in Tbilisi, in Georgia. അതെ, ഞങ്ങൾക്ക് പോലും അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആശ ഞങ്ങളൊരു അവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ബിരിയാണി ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്തിട്ട് എന്നെ വിനീതനെല്ലാം ലാസ്റ്റ്. അപ്പൊ അന്നാണ് ഇത്രയും ഡെലിഷ്യസ് ആയിട്ട് ബിരിയാണി ഇവിടെ കേരള. അപ്പം അവിടുത്തെ നോക്കിയപ്പോ അവിടുത്തെ ഷെഫൊക്കെ വന്നിട്ട് കോച്ചിനോട് ആശാനോട് വന്നിരിക്കുക, വൈ ആർ ലേറ്റ്, ലൈക്ക് വെൽക്കം ബാക്ക്, ലൈക്ക് എവിടെ പോയാലും അത് വിനീതൻ അവിടെ ഈഗോ വെച്ചാൽ ഞാനാണ് എല്ലാ സ്ഥലവും കണ്ടുപിടിക്കണ. അപ്പൊ അതിന്റെ മേളില് ആശാൻ ഉണ്ടായിരുന്നു അവിടെ. ഈവൻ കൊച്ചിയിൽ പോലും ആശാന്റെ അടുത്ത് എവിടെയാണ് കൊള്ളാവുന്ന കോഫി ഷോപ്സോ ഫുഡ് എന്ന് വെച്ചാൽ ആശാൻ പറയും. So you can tell like the top 5 coffee shops or restaurant in Kochi or in Kerala, you can say like which is your favorite restaurant? There are a couple of spots that we were going, especially after the training sessions, because we were training in Panampally Road. There is a football ground, and there in Panampally Road there are a couple of coffee shops that we were going often after the training sessions. I don't remember the names. What's your favorite food then? In the morning, for example, I like getting some good idli or putu or dosa or the special way prepared or something. Then all the stuff like he just mentioned, Vishak, with good biryani or some good pani puri or, I remember having these days off in between games. Sometimes here in Kerala, we're just jumping into car and just driving around Kerala. Doesn't matter, just go drive 1 or 2 hours in one direction and then going through the small villages and towns around Kerala and just seeing somewhere where like people standing in front of restaurant or see, okay, there is crowd, it must be good, let's go in. Perfect, yeah. And then the people like, firstly they were confused, like seeing me like, okay, what are you doing here? For example, in I don't know, Kottayam or Pala or Kanyarapalli or some, or Munnar or around Kerala. And I was just going and visiting, exploring and enjoying, my time. So lots of these things and great things I have in my heart and in my head about Kerala. So since I arrived back here, since I landed, I feel good. പക്ഷെ ഇന്ന് പറയായിരുന്നു മോർണിംഗ് നല്ല ക്രിസ്പി ദോശയില് നല്ല മെൽറ്റഡ് ചീസ് വെച്ചിട്ട് എന്നിട്ട് അതിൽ കുറച്ച് ഹണി ഇട്ടിട്ട് അല്ലെങ്കിൽ ജാമോ ഇത് അത് കേട്ടപ്പോഴേ ദോശ നമുക്ക് ദോശ ലൈക്ക് ബിസ്ക്കറ്റ്. അതെ, ഇഡലിയുടെ നല്ല ചൂട് ഇഡലി ഹണി. It reminds me on pancakes. ഇന്നലെ ഞാൻ നോക്കിയപ്പോ ആശാൻ ഇതേപോലെ ഞങ്ങൾ ഇരിക്കുന്ന ബിരിയാണി കൂട്ടുള്ള കേരള പെറോട്ട. അപ്പം ആശാൻ നമ്മൾ മലയാളികൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ആശാൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി.
അപ്പോൾ ഇനിയും ലൈക്ക് നിങ്ങൾ മൂവി ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോൾ കോച്ചാണല്ലോ, ബട്ട് പാരലലി ഈ ആക്ടിങ്ങും കൂടെ അല്ലെങ്കിൽ ഇനിയും റോൾസുകൾ തേടി പോകും അല്ലെ വരും എന്ന് ഉണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത ടൈമിൽ ഇനി ആശാൻ നമ്മുടെ പടത്തിൽ കാണും എന്നുള്ളൊരിതുണ്ടോ? ഡെഫിനറ്റ്ലി എനിക്ക് ആശാൻ എന്തെങ്കിലും ഒരു റോള് അടുത്ത പടങ്ങളിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ദ ഫസ്റ്റ് വൺ ടു. ഞാനും വിനീതും ആശാനെ വിളിക്കും എന്തായാലും. കാരണം ഇത്രയും സെറ്റില് മോസ്റ്റ് ഇപ്പം ആദ്യം ആശാനെ കാസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവരും ഡൗട്ട് ഉണ്ടായിരുന്നു, സച്ച് എ പേഴ്സൺ ഇത്രയും കോച്ച്, അപ്പം നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വരുമ്പം ആ ഒരു ഭയങ്കര ജാടയാണോ അല്ലേ എന്നൊക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ഡൗൺ ടു എർത്ത് ഭയങ്കര ഹമ്പിളായിട്ട് സെറ്റിൽ എല്ലാവരെയും ദാറ്റ്സ് വൈ അന്നാണ് എനിക്ക് മനസ്സിലായി വൈ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഇത്രയും കൊണ്ട് എത്തിച്ചല്ലോ. അപ്പം അത് ആശാന്റെ ഒരു പെരുമാറ്റ രീതിയും ചട്ടവും ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ആശാന്റെ. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ഗുഡ് മോട്ടിവേറ്റർ. ചില സമയത്ത് ഞങ്ങൾ ജോർജിയയിലെ ഷൂട്ടൊക്കെ ലേറ്റ് നൈറ്റും അറിയാമല്ലോ, വെളിരാജ് ഷൂട്ടും അതിൻ്റെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പം ഞാനും വിനീത് നിൽക്കുമ്പോൾ വിനീതിൻ്റെ ഡയറക്ഷനും ഉണ്ട്, പ്രൊഡക്ഷൻ സൈഡും ഉണ്ട്, ഞാനും പ്രൊഡക്ഷൻ. അപ്പം നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ അവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക് പോയില്ലെങ്കിൽ ബഡ്ജറ്റ് ഓവർ ഷൂട്ട് ആവും, പിന്നെ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മിക്ക ദിവസം രാത്രി ഞങ്ങൾ വരുമ്പം ആശാൻ ചില ദിവസം ഷൂട്ടുണ്ട് ഇല്ലായിരിക്കും. അപ്പം ആശാൻ റുട്ടീനുണ്ട്, രാവിലെ വർക്കൗട്ട്, അത് കഴിഞ്ഞൊരു കോഫി ഷോപ്പെല്ലാം പോയിട്ട് 8 o'clock ഡിന്നർ ടേബിൾ കാണും. അപ്പം ഞങ്ങളിങ്ങനെ ക്ഷീണിച്ച് വന്ന സമയത്ത് ബോയ്സ് കം അപ്പം സിറ്റ് ഡൗൺ ഹിയർ എന്നെല്ലാം പറഞ്ഞിട്ട് ആശാൻ പറയും, നിങ്ങൾ എന്തിനാ സ്ട്രെസ് ആവണത്, ഇതൊക്കെ ഇതല്ലേ നിങ്ങൾ ഈ വയസ്സിൽ ഇത് ചെയ്യാൻ പറ്റും, വി ആർ മേക്കിംഗ് ഗുഡ് ഫിലിം, ലൈക്ക് ട്രസ്റ്റ് ഓൺ ദാറ്റ്. അപ്പം ആ ഒരു ഡെയിലി ഈ മോട്ടിവേഷൻ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി ആശാൻ്റെ അടുത്ത് മോട്ടിവേഷന് വേണ്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു ടീമിനെ ഇത്രയും ബിൽഡ് ചെയ്തെടുത്തത്. അപ്പം ശരി ചില ദിവസങ്ങളിൽ അവിടെ ജേഴ്സിയും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജേഴ്സി ഇട്ടിട്ട് ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിയ മൊത്തത്തിൽ അത്രയ്ക്കും മോട്ടിവേഷൻ. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ. ഇനിയും കുറേ ദിവസങ്ങൾ ഈ മൂവി ഇങ്ങനെ അങ്ങ് പോകട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 50th 100th ഒക്കെ സെലിബ്രേഷന് കാണാം. വിൽ മീറ്റ് ഫോർ ദ 100 days സെലിബ്രേഷൻ. ഇപ്പൊ 100 days ഒന്നും ഇല്ല, ഇപ്പോഴത്തെ 4 ആഴ്ച നമുക്ക് കൊടുക്കണ്ടേ OTT വന്നാലും എസ്പെഷ്യലി പറയുമ്പോൾ ഇതിൽ ഷാനിക്ക ചെയ്തിട്ടുള്ള മ്യൂസിക് സ്കോർ, BGM, എവ്രിതിങ്, ഇതൊക്കെ നമ്മൾ ഒരു ടിവിയിൽ ഇരുന്ന് കാണുന്നതിലുപരി എനിക്ക് അതാണ് ഒന്ന് പ്രേക്ഷകർക്ക് പറയാനുള്ളത്. കാരണം അതുകൊണ്ടാണ് ഞാൻ 100 പറഞ്ഞത്. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്, തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടി എടുത്ത പടം വിനീത്. ആക്ച്വലി അറിയാമല്ലോ, തിര കുറേ വർഷം മുമ്പ് വിനീത് ഇതേപോലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അന്ന് തിയേറ്റർ റൺ എന്ന് പറഞ്ഞൊരു ലിമിറ്റഡ് ആയിരുന്നു. കൂടുതലും അഭിപ്രായങ്ങൾ വന്നത് OTT കണ്ട ശേഷമാണ്. അപ്പം ഇത് വിനീത് ആക്ച്വലി തിയേറ്ററിന് വേണ്ടി എടുത്ത സിനിമയാണ്. അപ്പം അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തിയേറ്ററിൽ പോയി ഈ പടം ഒന്ന് കണ്ട കൊള്ളണം, ഇല്ലെങ്കിൽ OTT വരണ ശേഷവും ഈ പടം കണ്ടിട്ട് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരാൾ അവർ പടം കണ്ടിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് എപ്പോഴെങ്കിലും അറിയിക്കാം. അപ്പോഴാണ് അതൊരു ജെന്യുവൻ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക മൊത്തത്തില്. അത് എന്തായാലും സ്ട്രെയിറ്റ് 1-on-1 ആവുമല്ലോ. അപ്പം അതാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആക്ച്വലി. എക്സാക്ട്ലി. സോ താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.